കാണാതെ പോയ യുറേനിയം എങ്ങും പോയിട്ടില്ല. ഇസ്ഫഹാനിലെ മലനിരകൾക്കുള്ളിൽ ഇറാൻ അതീവ രഹസ്യമായ ശുദ്ധീകരണ തുരങ്കം. ഉപഗ്രഹങ്ങളുടെ കണ്ണിൽപ്പെടാതെ 11 ടൺ യുറേനിയം ഇറാൻ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയം. ഉപഗ്രഹങ്ങൾക്കും രാജ്യാന്തര ഏജൻസികൾക്കും പിടികൊടുക്കാത്ത ഒളിസങ്കേതം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും US ആക്രമണത്തിന് ശേഷം ഇറാന്റെ പക്കലുണ്ടായിരുന്ന 11 ടൺ യുറേനിയത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നത്. 3 പ്രധാന സാധ്യതകൾ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നു. ശിഥിലമായ ശേഖരം. മിസൈൽ ആക്രമണത്തിൽ യുറേനിയം സൂക്ഷിച്ച ടണലുകൾ തകർന്നു. അവ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായതുകൊണ്ട് ഇത് വീണ്ടെടുക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമാണ്. ആക്രമണത്തിന് തൊട്ടു മുൻപോ അതിനിടയിലോ ഇറാൻ ഈ ശേഖരം മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കാണും എന്നത് ഉറപ്പ്. ഇസ്ഫഹാനിലെ മലനിരകൾക്കുള്ളിൽ ഇറാൻ അതീവ രഹസ്യമായ മറ്റൊരു ശുദ്ധീകരണ കേന്ദ്രമുണ്ട് എന്നത് പലരും തള്ളിക്കളയുന്നില്ല. ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ഈ തുരങ്കങ്ങളിൽ ഇവർ യുറേനിയം ഒളിപ്പിച്ചിട്ടുണ്ടാകാം. ഇറാൻ യുറേനിയം തിരികെ കൈക്കലാക്കിയാൽ ഒരു ആണവ യുദ്ധമുന നിർമ്മിക്കാൻ മാസങ്ങളോ ഒരു വർഷമോ എടുത്തേക്കാം. എന്നാൽ രാജ്യാന്തര മേൽനോട്ടം ഇല്ലാത്ത സാഹചര്യത്തിൽ രഹസ്യമായി 90% ശുദ്ധീകരണം അവർ പൂർത്തിയാക്കിയാൽ അത് ലോകത്തിന് തടയാനാവില്ല. നിലവിൽ ആ ശേഖരം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇറാന്റെ പക്കൽ ആയുധ നിർമ്മാണത്തിനുള്ള വൈദഗ്ധ്യം ശേഷിക്കുന്നത് അപകടകരമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുറേനിയം എന്നത് ഒരു ഡ്യുവൽ യൂസ് പദാർത്ഥമാണ്. കുറഞ്ഞ അളവിൽ ശുദ്ധീകരിച്ചാൽ അത് നഗരങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ആണവ നിലയങ്ങളിൽ ഇന്ധനമാക്കാം. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയ 90% മുകളിലെത്തിയാൽ അത് ഒരു വിനാശകാരിയായ ആയുധമാകും. അവിടെയാണ് ഭയപ്പെടുത്തുന്ന ശാസ്ത്ര സത്യം ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണ യുറേനിയത്തെ 20% ശുദ്ധീകരിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും വേണ്ടിവരിക. ഒരിക്കൽ 20% എത്തിയാൽ അവിടെ നിന്ന് ആയുധം ഉണ്ടാക്കാൻ വേണ്ട 90% എത്തുക എന്നത് നിഷ്പ്രയാസം സാധ്യമാവും. അതായത് ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ ദൂരത്തിന്റെ 80% ഇറാൻ പിന്നിട്ട് കഴിഞ്ഞു എന്നർത്ഥം. ഒരു രാജ്യം ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിനാവശ്യമായ ഇന്ധനം ശേഖരിക്കാൻ എടുക്കുന്ന സമയത്തെ ബ്രേക്ക് ഔട്ട് ടൈം എന്നാണ് വിളിക്കുക. ഇറാന്റെ പക്കൽ നിലവിലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് 2 ആഴ്ച മതി ഒരു ബോംബിന് ആവശ്യമായ ഇന്ധനം തയ്യാറാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിൽ ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന 60% യുറേനിയത്തിന്റെ അളവ് ഏകദേശം 140 കിലോയിലധികം വരും എന്നാണ് കണക്കാക്കുന്നത്. ഇത് 3 അതിലധികമോ ബോംബുകൾക്ക് ആവശ്യമായ ഇന്ധനമായി മാറ്റാൻ സാധിക്കുന്നതാണ്. സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കി അതിനെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. സാധാരണ സിവിൽ ആവശ്യങ്ങൾക്കായി 3 മുതൽ 5% വരെ മാത്രം സമ്പുഷ്ടീകരിച്ചാൽ മതിയാകും. എന്നാൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കുമായി 20% വരെയാണ് സമ്പുഷ്ടീകരണം നടത്തുന്നത്. ഇതിനെ ലോ എൻറിച്ച്ഡ് യുറേനിയം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഒരു അണവായുധം അഥവാ ഒരു ബോംബ് നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 90% യുറേനിയം സമ്പുഷ്ടീകരിക്കണം. അതിനെയാണ് ആയുധ നിലവാരത്തിലുള്ള യുറേനിയം എന്ന് വിളിക്കുന്നത്. എന്തായാലും യുറേനിയം 90% സമ്പുഷ്ടീകരിച്ചാൽ മാത്രം ബോംബ് തയ്യാറാകില്ല എന്നതും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനെ വെപ്പണൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഇന്ധനത്തെ ഒരു വാർഹെഡിനുള്ളിൽ ഒതുക്കുകയും അത് സുരക്ഷിതമായി സ്ഫോടനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ഒരു മിസൈലിൽ ഘടിപ്പിക്കാൻ പാകത്തിൽ നിർമ്മിക്കുകയും ചെയ്യണം. ഇതിന് വളരെ സങ്കീർണമായ എഞ്ചിനീയറിംഗ് വിദ്യകൾ ആവശ്യമാണ്. ഇറാൻ ഇന്ധനം വേഗത്തിൽ നിർമ്മിച്ചാലും ഒരു പൂർണ്ണമായ മിസൈൽ അധിഷ്ഠിത ആണവായുധം നിർമ്മിച്ചെടുക്കാൻ അവർക്ക് മാസങ്ങളോ ഒരുപക്ഷെ 2 വർഷം സമയം വരെയോ വേണ്ടിവരും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇറാന്റെ ആ ഒരു ആസൂത്രണ മികവിൽ ലോകം ഭയക്കുകയാണ്. ഇറാൻ എവിടെയാണ് ആ യുറേനിയം ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ലോകം ഭയന്ന് തന്നെയാണ് ഇറാന്റെ ഓരോ നീക്കത്തെയും നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.